എല്ലാവരും വിചാരിച്ചത് ഞാൻ നന്നായി എന്നാണ്. ഇല്ലടാ, ഞാനേ ഒട്ടും ഒരു തുമ്പ് പോലും ഞാൻ നന്നായിട്ടില്ല. ഇന്ന് ഞാൻ ഈ സിറ്റി നശിപ്പിക്കുകയും ഇവിടുത്തെ രാജാവുകയും ചെയ്യും. ദാ ഞാൻ വരുന്നടാ. ചേടാ, ഇതെന്താണ്? എല്ലാം അങ്ങ് നശിച്ചു പൊട്ടി. എടാ ജാക്കേ, ഞാൻ വരുന്നടാ. നീ എന്താ വിചാരിച്ചത് ഞാൻ നന്നായി? ഇല്ലടാ, ഒരിക്കലും ഞാൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. ചേട്ടന്മാരെ, ഞാൻ ഈ സിറ്റി പിന്നെയും പിന്നെയും നശിപ്പിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം അങ്ങ് പോട്ടെ. ഷടാ, ഇതെന്താണ് ഗൈസ്? പുറത്ത് ഭയങ്കര ശബ്ദമാണല്ലോ. എന്തൊക്കെയോ പൊട്ടുന്നൊക്കെ ശബ്ദം കേൾക്കുന്നു ഗൈസ്. ഞാൻ എന്തായാലും സേഫായിട്ട് മുകളിലോട്ടൊക്കെ പോട്ടെ. എടാ, പുറത്ത് നല്ല ശബ്ദാട്ടോ. എന്തായാലും നീ സൂക്ഷിച്ചോട്ടോ. എടാ, TV ഒക്കെ ഓഫാക്കടാ. പുറത്ത് ഭയങ്കര അപകടമാണ് കേട്ടോ. ഷടാ, ഇതാ തും സൗറല്ലേ? ഇവൻ നന്നായില്ലേ? അവൻ ഫുള്ള് നശിപ്പിക്കാണല്ലോ. എടാ, ആ തും സൗർ വീണ്ടും പണിയൊപ്പിക്കാണല്ലോ. അവൻ നന്നായിന്ന് പറഞ്ഞിട്ട്. ഷടാ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. തൽക്കാലം ഒരു കാര്യം ചെയ്യാ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാം. എടാ, നീ വരുന്നില്ലേ? ഇവിടെ ഭയങ്കര അപകടമാണ്. നീ വാ, പെട്ടെന്ന് വാ. ശരി ജാക്കേ. എടാ, ഇങ്ങനെ അനങ്ങിക്കൊണ്ട് വരല്ലേ, പെട്ടെന്ന് വാ. എന്താണ് ഇവന്? ഓടടാ. ദാ വരുന്നേ ജാക്കേ. ഇവനെ എടുക്കാൻ വേണ്ടി ഞാൻ ആ ബൈക്ക് ഇവിടത്തെ വരെ എടുക്കേണ്ടി വരും ഗൈസ്. ഓടാനും അറിയില്ല ഈ പൊട്ടന്. കേറ് പെട്ടെന്ന്. ഗൈസ്, നമ്മൾ രണ്ടുപേര് ഇതാ ഇവിടുന്ന് രക്ഷപ്പെടണം കേട്ടോ. ആ തും സവർ ബാക്കിലുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം. എടാ, പിന്നുണ്ടല്ലോ, ഇവിടെ തും സവർ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അതെയോ ജാക്കേ? ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഞമ്മക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നോക്കണം. നീ ഇപ്പോ അവിടെ മിണ്ടാതിരി. ഓക്കെ. എല്ലാം അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാണ് കേട്ടോ. ഇനി ഇവിടെ പൊട്ടിച്ചത് മതി. ഈ ജാക്ക് എവിടെ പോയി നോക്കട്ടെ. ജാക്കേ. ഷടാ, ഇവൻ എവിടെ പോയടാ? ജാക്കേ, ഇവൻ വീട്ടിലില്ലേ ഗൈസ്? ഷടാ, ഇവൻ ഇവിടെ വേണ്ടതായിരുന്നല്ലോ. ഷടാ, ഇവൻ എവിടെ പോയടാ? ഇവൻ എന്നെ പേടിച്ചു പോയോ? ജാക്കേ, എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കോടാ. എന്തു പറഞ്ഞാലും ജാക്ക് ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ അവന്റെ കാറിനൊക്കെ നശിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവും. എടാ, ഒരു മിനിറ്റ്. എടാ, പിന്നുണ്ടല്ലോ, എന്റെ കാറുകളൊക്കെ എവിടെയാണ് ഉള്ളത്? അതെ, നിന്റെ പുതിയ കാറൊക്കെ നമ്മളെ വീടിന്റെ പുറകുവശത്താണ്. അയ്യോ, അത് അവൻ നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജാക്കേ, അത് ശരിയാണ്. അയ്യോ, എന്റെ കാറ്. എടാ, നമുക്കൊരു കാര്യം ചെയ്യാം. വാ, നീ ഇരിക്കി. നമുക്കൊരു കാര്യം ചെയ്യാലോ. പെട്ടെന്ന് വാ. ഒരു മിനിറ്റ്. നമ്മൾക്ക് ഈ ജാക്കിന്റെ മുഴുവൻ കാറുകളൊക്കെ നശിപ്പിച്ചിട്ട് തന്നെ പോവാൻ ഗൈസ്. എന്തായാലും ഇവന് ഇത്ര കാറല്ല, ഇനിയും ഇവന് കുറച്ച് കാറുകളാണ് ഗൈസ്. അത് എവിടെ ഉണ്ടാവും? അയ്യോ ഗൈസ്, ഇവന്റെ ഈ കാർ എവിടെയാണ് കൊണ്ടുപോയി വെച്ചിരിക്കണത്? നമുക്ക് ഇതിന്റെ മുകളിൽ ഇവിടെ ഇല്ലല്ലോ ഗൈസ്. ഇവന് എവിടെയാ? ഇവിടെ ഉണ്ടായിരുന്നല്ലേ. എന്നാ ശരി, എല്ലാം അങ്ങ് നശിച്ചു പോട്ടെ. ഇതൊക്കെയല്ലേ പണി കൊടുക്കേണ്ടത്. യെസ്, ഇനി നമുക്ക് ജാക്കിനെ പോയി എഴുതാലോ. എടാ, നമുക്കൊരു കാര്യം ചെയ്യാട്ടോ. നമുക്ക് നമ്മളെ സ്പൈഡർമാൻ ഇല്ലേ? സ്പൈഡർമാന്. അവനോട് പോയി കാര്യം പറയാ. ഇല്ലെങ്കിൽ അവന് നമ്മളെ എന്ത് ചെയ്യുമെന്ന് നിനക്ക് അറിയോ? ഇല്ല, നമുക്ക് പെട്ടെന്ന് പോവാലോ. ഓക്കെ. ശരി, എന്തായാലും നീ ഇവിടെ കീട്ടോ. നമുക്ക് സ്പൈഡർമാനെ വിളിക്കാം. ഓക്കെ. ഞാൻ പറയുന്ന പോലെ നീ വിളിക്കണം. പെട്ടെന്ന് വിളി. സ്പൈഡർമാൻ. എന്താണ്, നിങ്ങൾ എന്നെ വിളിച്ചോ? സ്പൈഡർമാൻ, ഞാൻ നിന്നെ വിളിച്ചു. അതെ, പിന്നുണ്ടല്ലോ, ഒരു പ്രശ്നമുണ്ട്. അതെ, നമ്മളെ സിറ്റിയില് വീണ്ടും ആ തും സാർ വന്നിരിക്കുകയാണ്. അപ്പൊ നീ എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷിക്കണം. അതെയോ? അതിനെന്താ, ഞാൻ രക്ഷിക്കാം. അപ്പൊ നിങ്ങൾ തൽക്കാലം ഇവിടെ സേഫ് ആയിട്ട് നിന്നോട്ടോ. ഓക്കെ. ശരി. ആ തും സാറിന് ഇത്ര ധൈര്യോ? ഞാൻ കാണിച്ചെടുക്കുന്നുണ്ട് അവൻ എവിടെ പോയടാ? അതാ തും സാറല്ലേ ഗൈസ്? നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എടാ തും സാറേ. സ്പൈഡർമാൻ, നീ വന്നാ? നീ വീണ്ടും വന്നല്ലേ? അല്ലാണ്ട് പിന്നെ ഞാൻ ഒട്ടും നന്നാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെന്താണ്? എന്തായാലും നിന്നെ ഞാനൊരു വക വരുത്തുന്നുണ്ട്. ഒരു മിനിറ്റ് സ്പൈഡർമാൻ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? ഒരു മിനിറ്റ്. അയ്യോ, ഇതെന്താണ്? അയ്യോ, എന്നെ തല്ലല്ലേ. അയ്യോ, ഷടാ, ഇവന്റെ ഗ്യാങ്ങിനെ വിളിച്ചല്ലോ ഗൈസ്.
അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരെ തല്ലാൻ പറ്റൂല. അയ്യോ അവർ വരുന്നുണ്ട്. ചേടാ ഇത് ചതിയാണ് ഗൈസ്. ആ ഞാൻ കാണിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും ഞാനും പോട്ടെ. എന്തിനാന്ന് വെച്ചെങ്കിൽ എന്റെയും ഗ്യാങ്ങിനെ ഉണ്ടാക്കാൻ. ആ അങ്ങനെ എത്തി നിങ്ങളുടെ സയന്റിസ്റ്റിന്റെ വീട്. സയന്റിസ്റ്റ് ആ എന്താടാ? ആ അതെ സയന്റിസ്റ്റേ. പിന്നെണ്ടല്ലോ ആ തുങ് സാവർ ഈ സിറ്റിയിൽ വീണ്ടും വന്നിരിക്കുകയാണ്. സയന്റിസ്റ്റ് പെട്ടെന്ന് എന്റെ ഡ്യൂപ്ലിക്കേറ്റ്സിന് ഉണ്ടാക്കി തന്നെ പ്ലീസ് പെട്ടെന്ന്. ആ അതിനെന്താ, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരാം. നീ ഇങ്ങോട്ടേക്ക് വാ, ഇങ്ങോട്ടേക്ക് വാ. ഓക്കെ. എടാ നിനക്കിത് അറിയാലോ? ആ അറിയാം. ആ അപ്പൊ എന്തായാലും നീ ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ പോയിക്കോ, ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കോളും. ഓക്കെ. ഓഹോ ഓക്കെ. താങ്ക് യു സയന്റിസ്റ്റ്. പിന്നെണ്ടല്ലോ എന്തായാലും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്സിന് ഉണ്ടാക്കി തന്നതല്ലേ, അതുകൊണ്ട് ഇപ്പൊ കാണുന്ന വ്യൂവേഴ്സിനോട് പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്ലീസ് ഇടാ. ഓക്കെ സയന്റിസ്റ്റ്, അതിനെന്താ. അപ്പൊ ഗൈസ് ദാ സ്പൈഡർമാൻ ആണ് പറയുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ സയന്റിസ്റ്റ്. സ്പൈഡർമാൻ ഗ്യാങ് വാ, നമുക്ക് പോയി തുങ് സാവറിനൊരു വക വരുത്താം. അപ്പൊ ഗൈസ് നമ്മൾ തുങ് സാവറിനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കുറേ സമയമായി ഗൈസ്. ഞാൻ വിചാരിച്ചു ആ തുങ് സാവർ എന്നെ ഓടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു ഗൈസ്, പക്ഷെ ഇതുവരെ വന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, തുങ് സാവറിനെ അതിന്റെ മാളത്തിൽ പോയി തന്നെ പിടിക്കണം ഗൈസ്. നമുക്ക് ഇപ്പോൾ തുങ് സാവറിന്റെ വീട്ടിൽ പോയി തല്ലാം ഗൈസ്. ഓക്കെ. ആ ഓക്കെ. അപ്പൊ ഗൈസ് തുങ് സാവർ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്പൈഡി സെൻസ് വെച്ച് എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ. ഓ ഗൈസ്, അപ്പോൾ ദാ അവര് ഇത് നമ്മളെ പാർക്കല്ലേ ഗൈസ്? അതെ ഗൈസ്, അവര് നമ്മളെ പാർക്കിലാണ് കേട്ടോ. അവരെന്തോ പറയുന്നുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. ഷടാ ഈ സ്പൈഡർമാൻ എവിടെ പോയി? എന്നെ പേടിച്ച് പോയെന്ന് തോന്നുന്നു. ആ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാട്ടോ. സ്പൈഡർമാൻ വന്നു കഴിഞ്ഞാൽ അവനെ നിങ്ങളെല്ലാവരും തീർക്കണം. ഓക്കെ ബോസ്, ശരി നമ്മൾ തീർത്തേക്കാം. ആ അങ്ങനെ വേണം. അത് ശരി. ഞാൻ വരുന്നുണ്ടാ അങ്ങോട്ടേക്ക്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ദാ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ എൻ്റെ ഗ്യാങ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടത്തേക്ക് എത്തി. ഓക്കെ ശരി. തുങ് സാവൂർ എവിടെ പോയടാ നീ? എടാ തുങ് സാവൂറേ പ്രത്യക്ഷപ്പെടടാ. അയ്യോ എന്തോന്നാണ്? നിക്ക് തുങ് സാവൂർ, ഒന്ന് വെയിറ്റ് ചെയ്യ്, എന്റെ കുറച്ച് ആൾക്കാർ വരാണ്ട്. ആരടാ അത്? ആ വെയിറ്റ് ചെയ്യ്. ഓ ഗൈസ് നിങ്ങൾ വന്നോ? വാ തുങ് സാവൂർ വരുന്നുണ്ട്, പെട്ടെന്ന് വാ. അപ്പൊ ഗൈസ് നിങ്ങൾ അടിക്ക് ഗൈസ്. ദാ തുങ് സാവൂർ ദാ നമ്മളെ ആക്രമിക്കുന്നു. അടിക്ക്. എടാ സ്പൈഡർമാൻ, അയ്യോ നീയും ഗ്യാങ്ങിനൊക്കെ വിളിച്ചല്ലേ? അറ്റാക്ക് ആയി ഗൈസ്. ആ ഓക്കെ. ഇനി 3 പേരേ ഉള്ളൂ. പെട്ടെന്ന്. ഇനി ബോസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിൽ ഒരാൾ പോയല്ലോ ഗൈസ്. എടാ ബോസ് തുങ് സാവൂറേ. എടാ നീ എന്റെ ഗ്യാങ്ങിനൊക്കെ നശിപ്പിച്ചല്ലേ? അല്ലാണ്ട് പിന്നെ. അപ്പൊ ഗൈസ് നമുക്കെന്തായാലും ഇവനെ തീർത്താലോ? യെസ് ബോസ്, യെസ്. അപ്പൊ തീർക്ക്. അയ്യോ സ്പൈഡർമാൻ പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ. ഞാൻ ചെയ്യോടാ. യെസ് ഷടാ നമ്മള് 2 പേര് പോയി ഗൈസ്. ഓക്കെ അപ്പൊ എന്തായാലും സ്പൈഡർമാൻ ഓക്കെ നിങ്ങളെന്തായാലും നല്ലത് ചെയ്തോട്ടോ. ഓ അങ്ങനെ തുങ് സഹൂറിന്റെ ഗ്യാങ് നശിച്ചിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ജാക്കിന് കാര്യം വിളിച്ച് പറയാട്ടോ. ഹലോ ജാക്കേ, എന്തായാലും തുങ് സഹൂറൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നീ വീട്ടിലേക്ക് പോയിക്കോ. ഓക്കെ സ്പൈഡർമാൻ, ഞാൻ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഞാനങ്ങനെ വീട്ടിലേക്ക് എത്തി. ഹലോ ജാക്കേ. സ്പൈഡർമാൻ. നിങ്ങൾ എന്തായാലും സേഫ് അല്ലേ? നമ്മൾ സേഫാണ്. എന്തായാലും സ്പൈഡർമാൻ താങ്ക് യു കേട്ടോ. അല്ല സ്പൈഡർമാൻ, എങ്ങനെയാണ് സ്പൈഡർമാൻ തുങ് സാവറിനെ നശിപ്പിച്ചത്? അതൊക്കെ വലിയൊരു കഥയാണ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും തരിപ്പായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. ഓക്കെ അപ്പോൾ എന്തായാലും സ്പൈഡർമാൻ നിൻ്റെ ആ വലിയ കഥ പറഞ്ഞ. ഓക്കെ.